സഹകാരി എന്ന സ്ഥാപനം ഇത് ആഘോഷിച്ചില്ലെങ്കിൽ വേറെ ആരാഘോഷിക്കാനാണ് എന്നൊരു ചോദ്യം അവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷൻ ആദ്യ 10 1-ാം റാങ്ക് ജുബിന ഷെറിൻ, 2-ാം റാങ്ക് അഭിന അശോക് അടക്കം, അതുപോലെ 4-ാം റാങ്ക് പ്രിൻസി, അങ്ങനെ 10 8 പേരാണ് സഹകാരിയിൽ നിന്നും പഠിച്ചിറങ്ങിയത്. ആദ്യ 10 ബാക്കിയുള്ള റാങ്കുകളൊന്നും പറയുന്നില്ല. നമ്മൾ നിങ്ങളെ ത്രസിപ്പിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു സൗജന്യ കോഴ്സ് തന്നെ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം CFSOയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവരും വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ്സ് എന്താണ് വന്നിട്ടുള്ളത് അത് നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. നമ്മൾ 2021 മുതൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന വിവരം എന്ന് പറയുമ്പോൾ ഒരു യോഗ തീരുമാനമാണ്, FSSAയുടെ യോഗ തീരുമാനം വന്നിരിക്കുന്നത്. എന്നാൽ അത് ഔദ്യോഗികമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അതിന് പകരം നമുക്കിപ്പോൾ നിലവിൽ FSന്റെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഈ ഒരു തീരുമാനം പുറത്ത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തായാലും ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യും ഉടനെ തന്നെ. അതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഹോട്ട് കണ്ടന്റുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ FSSAI HR-ന്റെ ഭാഗത്ത് ശ്രീ US ദയാൽ ആണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻസ് റിവ്യൂ നടത്തിയിട്ടുള്ളത്. ഈ ഒരു ഓപ്പറേഷൻസ് റിവ്യൂ നടത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മീറ്റിംഗ് മിനിറ്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിനകത്ത് വന്നിട്ട് വെസ്റ്റേൺ റീജിയനുമായി ബന്ധപ്പെടുത്തിയ അപ്ഡേറ്റ് ആണ്. അവിടെ നമുക്ക് ഗ്രൗണ്ട് ലെവലായിട്ടുള്ള ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് ഭയങ്കര വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ HR ഹ്യൂമൻ റിസോഴ്സിനെ ഫിൽ ചെയ്യാനുള്ള ഡിസിഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CFSO വേക്കൻസീസ് ഫിൽ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണാം അല്ലേ മിസ്സേ? അപ്പം സാർ, നമ്മുടെ CFSO നോട്ടിഫിക്കേഷൻ വരുന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും, ഇതിന്റെ സെയിം സിലബസ് ഉള്ള ഒരു എക്സാം ആണ് ടെക്നിക്കൽ ഓഫീസർ. അപ്പോൾ ആ ഒരു എക്സാമും ഇതിനൊപ്പം തന്നെ വരുമോ എന്നുള്ളത് പലർക്കും ഒരു കൺസേൺ ആയിരിക്കും. ഓക്കെ, അപ്പം അത് നമുക്ക് ഇതുവരെ FSA ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ എല്ലാം സ്ട്രക്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാം കൂടെ ഒറ്റ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെ, CFSOയും ടെക്നിക്കൽ ഓഫീസറും കൂടെ ഒരുമിച്ചാണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അത് രണ്ടും മാത്രമല്ല, FSA അസിസ്റ്റന്റ് അടക്കമുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അത് ഉടൻ തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം സാർ, നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് സഹകാരി നമ്മുടെ ആസ്പിരൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉള്ളവരുണ്ട്, യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു ആഘോഷമാക്കി മാറ്റാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം സഹകാരി എന്ന സ്ഥാപനം ഇത് ആഘോഷിച്ചില്ലെങ്കിൽ വേറെ ആരാഘോഷിക്കാനാണ് എന്നൊരു ചോദ്യം അവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷൻ ആദ്യ 10 1-ാം റാങ്ക് ജുബിന ഷെറിൻ, 2-ാം റാങ്ക് അഭിന അശോക് അടക്കം, അതുപോലെ 4-ാം റാങ്ക് പ്രിൻസി, അങ്ങനെ 10 8 പേരാണ് സഹകാരിയിൽ നിന്നും പഠിച്ചിറങ്ങിയത്. ആദ്യ 10, ബാക്കിയുള്ള റാങ്കുകളൊന്നും പറയുന്നില്ല. അപ്പോൾ അതുപോലെ ഇതിനോടൊപ്പം തന്നെ വന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. FSA റിസൾട്ട് മാത്രം നിങ്ങൾ നോക്കണ്ട, അതേ സിലബസിൽ തൊട്ടടുത്ത് വന്ന ഇന്റർവ്യൂ ഇല്ലാത്ത പരീക്ഷയായിരുന്നു ടെക്നിക്കൽ അസിസ്റ്റന്റ്. മനസ്സിലാക്കണം, അതായത് റിട്ടൺ എക്സാമിനേഷൻ മാത്രമുള്ള പരീക്ഷ. അതിൽ ആദ്യ 10 9 റാങ്കുകളാണ് സഹകാരിയുടെ ചുണക്കുട്ടികൾ ചൂണ്ടിയെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സെൻട്രൽ ടെക്നിക്കൽ ഓഫീസറിന് സമാനമായിട്ടുള്ള പോസ്റ്റാണ് കേരളത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ്. അപ്പോൾ അങ്ങനെയുള്ള സഹകാരിയിൽ നിന്നും, അല്ലെങ്കിൽ എനിക്കൊന്ന് ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സഹകാരി മാറി അല്ലേ മിസ്സേ? ഓക്കെ, അങ്ങനെയുള്ള സഹകാരിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ തീരുമാനം വന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി കുറച്ച് സമയം ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ നിങ്ങളെ ത്രസിപ്പിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു സൗജന്യ കോഴ്സ് തന്നെ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് അനൗൺസ് ആയിട്ടില്ല, അത് ഉടൻ തന്നെ അനൗൺസ് ആവും. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വന്നോട്ടെ, നോട്ടിഫിക്കേഷൻ ഡിസിഷൻ വന്നതിന് ശേഷമായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വിടുന്നത്. എന്തായാലും നമുക്ക് ബാച്ചുകൾ ഓൺ ഗോയിങ് ആണ്. ഇപ്പോൾ പുതിയ ബാച്ച് ഈ മാർച്ച് മാസത്തിൽ ആരംഭിക്കുകയാണ് അല്ലേ? മാർച്ച് 11 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വെബിനാർ സെഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ മിസ്സിനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇതേപോലൊരു വേദിയിൽ നിങ്ങൾ കാണുന്നത്. മിസ് വേറെ ആരുമല്ല, നിങ്ങളുടെ ചീഫ് കോസ്റ്റ് ഡയറക്ടറാണ്. ഇപ്പോൾ നിലവിലത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ കോസ്റ്റ് ഡയറക്ടറാണ്, ശ്രീലക്ഷ്മി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾ ക്ലാസ്സുകളുടെ കണ്ടു കാണും അല്ലേ മിസ്? ക്ലാസ്സുകൾ യൂട്യൂബിൽ എടുക്കുന്നുണ്ട്, കണ്ടു കാണും. അപ്പോൾ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ കണ്ടു കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത മീറ്റ് ദ മെൻറ്റർ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പിന്നെയും വരുന്നുണ്ട്. നമ്മുടെ ക്ലാസിൻ്റെ സ്ട്രാറ്റജികളും അതുപോലെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന സ്ട്രാറ്റജികളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പരീക്ഷയിൽ ശരിക്കും പറഞ്ഞാൽ വി ആർ ബിൽഡിംഗ് ആൻ ആർമി അല്ലേ മിസ്സേ? കാരണം നമ്മൾ കേരളത്തിൽ നമ്മൾ ഫുഡ് സേഫ്റ്റി പരീക്ഷകൾ കീഴടക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയിലെന്ന് പറയുമ്പോഴത്തേക്ക് നാഷണൽ ലെവൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം നോക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അധികം
ആൾക്കാരങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടുവരാറില്ല. ഒരു എക്സാമിന് ഇത്തവണ അതായിരിക്കും കേരളത്തിൽ നിന്ന് തന്നെ ഒരു വലിയ വിജയം ഉറപ്പുണ്ട്. അത് പ്രതീക്ഷിക്കുന്നു. അത് സുരേഷ് മിസിന്റെ കീഴിലുള്ള ആ ഒരു ആർമിയിൽ നിന്നും നല്ലൊരു ശതമാനം നമ്മുടെ സഞ്ജു ഇപ്പോൾ മാൻ ഓഫ് ദ പ്ലെയർ ഓഫ് ദ സീരീസ് ആയില്ലേ അല്ലേ, അതേപോലെ കേരളത്തിന്റെ അപ്പർ ഹാൻഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പറ്റില്ലേ? ഉറപ്പല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക, നമ്മുടെ സ്ട്രാറ്റജിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതുപോലെ ക്ലാസ് യൂട്യൂബിൽ വരുന്ന കണ്ടന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വെബിനാർ പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും അതിനോടൊപ്പം നിങ്ങളുടെ CFSO എന്ന കോഡ് ചേർത്ത് വാട്സാപ്പ് ചെയ്യാം. അതിനോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ കണ്ടന്റ് എത്തിക്കാൻ വേണ്ടി അത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത കണ്ടന്റിൽ കാണുന്നവരെ താങ്ക്സ് പറയാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു. ഓക്കെ.